േണ്ടത് ഈ വിഷയത്തിൽ സമഗ്രമായി തന്നെ പ്രതികരിക്കാൻ വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ താജ് ആലുവയും കൂടി നമ്മൾക്കൊപ്പം തത്സമയം ചേരുകയാണ്. ഡോക്ടർ താജ് ആലുവ, ഈ മംതാനിയുടെ ഭരണം ഏത് തലത്തിലായിരിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, മംതാനി മത്സരിക്കുന്ന സമയത്തൊക്കെ തന്നെ ട്രംപിന്റെ വലിയ തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നു. മംതാനിയെ പരാജയപ്പെടുത്തുവാനെ കൊണ്ടുള്ള എല്ലാ ശ്രമങ്ങളും നീക്കങ്ങളും ഒക്കെ അന്ന് ട്രംപ് നടത്തിയിരുന്നു. മംതാനിയുടെ ഈ ഒരു വിജയത്തെ പോലും ഒരു മധുര പ്രതികാരമായിട്ട് തന്നെയാണ് അവർ കാണുകയും ചെയ്തത്. നമുക്ക് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഭരണത്തെ ഒന്ന് വിലയിരുത്താൻ കഴിയുക? തുടങ്ങിയതേ ഉള്ളൂ, പക്ഷെ അദ്ദേഹത്തിന് മുന്നിലേക്കുള്ള വെല്ലുവിളികൾ, ഒട്ടേറെ വെല്ലുവിളികൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. തീർച്ചയായും ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായിട്ടുള്ള ന്യൂയോർക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ചരിത്രമാണ് ഈ പുതുവർഷത്തിൽ പിറന്നിരിക്കുന്നത്. അതായത് ഒരുപാട് ഫസ്റ്റുകൾ, ഒരുപാട് ചരിത്രത്തിലെ റെക്കോർഡുകൾ തകർത്തുകൊണ്ടാണ് സൊഹ്റാൻ മംദാനി ന്യൂയോർക്ക് നഗരത്തിന്റെ മേയർ ആവുന്നത്. ആദ്യത്തെ മുസ്ലിം മേയർ, ആദ്യത്തെ ആഫ്രിക്കയിൽ ജനിച്ച ആദ്യത്തെ ഒരു മേയർ, അതുപോലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ അമേരിക്കയിലെ മേയർ എന്നിങ്ങനെ ധാരാളം വിശേഷങ്ങൾ. അതോടൊപ്പം തന്നെ ഒരു വർഷം മുമ്പ് വരെ ആരാലും അറിയപ്പെടാതിരുന്ന ഒരു രാഷ്ട്രീയക്കാരൻ, അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായിട്ടുള്ള വളരെ തന്മയത്വത്തോടു കൂടിയുള്ള ഇടപഴകലുകളിലൂടെ, അതുപോലെ തന്നെ വളരെ പ്രൊഫഷണലായി, വളരെ PR എന്ന് പറയുന്ന ഇന്ന് ലോകത്ത് പല രാഷ്ട്രീയക്കാരും പല നേതാക്കളും ലീഡേഴ്സും ഒക്കെ ലോകത്തിന്റെ മുന്നിലേക്ക് വരുന്നത് ഒരുപാട് PR വർക്കിലൂടെയാണ്. പക്ഷെ PR എന്ന് പറയുന്ന പബ്ലിക് റിലേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ ഈ ചരിത്രം ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്ര രൂപത്തിൽ വളരെ വിദഗ്ധമായി പ്രയോഗിച്ചുകൊണ്ട് താൻ തെരഞ്ഞെടുത്ത മുദ്രാവാക്യങ്ങളിലാകട്ടെ, അതുപോലെ തന്നെ ആ മുദ്രാവാക്യങ്ങളെ ജനങ്ങൾക്ക് പ്രസന്റ് ചെയ്യുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതികളിലാകട്ടെ, അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ടർമാരെ കണ്ടെത്തി അവരെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും അതും ഒരു കൃത്യമായ ഒരു അജണ്ട മുന്നിൽ വെച്ച് വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിലൂടെയും ഒക്കെ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ടാണ് സൊഹ്റാൻ മംദാനി മേയർ ആവുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ നടന്നു കഴിഞ്ഞു. പക്ഷെ ഇപ്പോ അദ്ദേഹത്തിന്റെ മുന്നിലുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് താൻ മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ, അതായത് ന്യൂയോർക്കിനെ ഒരു അഫോർഡബിൾ സിറ്റിയാക്കി മാറ്റുക, ലോകത്തിലെ അല്ലെങ്കിൽ ആ ന്യൂയോർക്ക് നഗരത്തിൽ എത്തിപ്പെടുന്ന ഏത് ആൾക്കും, അവിടെ താമസിക്കുന്ന ആളുകൾക്കാകട്ടെ, അവിടെ സന്ദർശിക്കുന്ന ആളുകൾക്കാകട്ടെ, അവർക്കൊക്കെ ഒരു അഫോർഡബിൾ സിറ്റി ആയിട്ട്, ചെലവ് കുറഞ്ഞ അവിടെ വന്നു പോകാനും താമസിക്കാനും ഒക്കെ പറ്റുന്ന ഒരു നഗരമാക്കി അതിനെ മാറ്റുക എന്നതാണ് ഏറ്റവും വലിയ ഒരു മുദ്രാവാക്യമായിട്ട് സൊഹ്റാൻ മംദാനി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് പറ്റുന്ന തരത്തിൽ വാടക കുറക്കുക, അതുപോലെ തന്നെ പലവ്യഞ്ജന സാധനങ്ങൾ, ഗ്രോസറി ഷോപ്പുകളിലൂടെ ന്യായമായ വിലയിലൂടെ ആളുകൾക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ കണ്ടെത്തുക, അതോടൊപ്പം പ്രത്യേകിച്ച് ദമ്പതികളൊക്കെ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ സിംഗിൾ മദേഴ്സ് വർക്ക് ചെയ്യുന്ന ധാരാളമായിട്ട് അത്തരം ആളുകളുള്ള ആ ഒരു നഗരത്തിൽ അവരുടെ കുട്ടികളെ പരിപാലിക്കുക, അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ തന്നെ, നഗരത്തിന്റെ തന്നെ ഓണർഷിപ്പിൽ പ്രത്യേകമായിട്ട് ചൈൽഡ് കെയർ സെന്ററുകൾ തുടങ്ങുക. അതിനേക്കാളൊക്കെ പ്രധാനമായി ന്യൂയോർക്കിലെ ബസ് സർവീസ് ഇപ്പൊ തന്നെ ഏറ്റവും സ്ലോയിൽ പോയിക്കൊണ്ടിരിക്കുന്ന, ഏറ്റവും വേഗത കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തെത്താൻ മണിക്കൂറുകൾ എടുക്കുന്ന നഗരത്തിന്റെ പൊതുഗതാഗത സംവിധാനത്തെ മെച്ചപ്പെടുത്തുക. നോക്കൂ, അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത സ്ഥലം, അതിന് തെരഞ്ഞെടുത്ത സ്ഥലം തന്നെ ഈ അർത്ഥത്തിൽ വളരെ പ്രതീകാത്മകമായിക്കൊണ്ടാണ്. അതായത് 30-35 വർഷമായി ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷൻ, സബ്വേ സ്റ്റേഷൻ, അതില് സിറ്റി ഹാൾ എന്ന് വിളിക്കുന്ന നഗരത്തിന്റെ ഏറ്റവും അവിടുത്തെ മുനിസിപ്പാലിറ്റി എന്ന് വിളിക്കാവുന്ന അതിന്റെ ആസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്ന തരത്തിലുള്ള സിറ്റി ഹാളിന്റെ ആ അണ്ടർഗ്രൗണ്ട് ടണൽ സ്റ്റേഷന്റെ അവിടെ വെച്ചിട്ടുകൊണ്ടാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ താൻ ഒന്നാം ദിവസം തന്നെ തന്റെ ആ വാഗ്ദാന പാലനവുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രായോഗികമായ സ്റ്റെപ്പുകൾ എടുക്കുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ ഈ കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ടേഷനൊക്കെ വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ന്യൂയോർക്ക് നഗരത്തിന്റെ സംവിധാനങ്ങളെ, ഈ ട്രാൻസ്പോർട്ട് ഗതാഗത സംവിധാനങ്ങളെ നേരത്തെ തന്നെ ലീഡ് ചെയ്ത് പരിചയമുള്ള ഒരാളെ തന്നെ അതിനേൽപ്പിച്ചുകൊണ്ട് വളരെ കൃത്യമായ മെസ്സേജ് കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം അധികാരമേൽക്കുന്നത്. അത് നമ്മൾ നോക്കൂ, ഒരു ന്യൂയോർക്ക് നഗരത്തിൽ ഇതുവരെ ഈ ചരിത്രത്തിന്റെ നമ്മൾ ഇതുവരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഒരു മേയർ ആകുന്നത്, ആ മേയറിന്റെ സത്യപ്രതിജ്ഞ, ആ മേയറിന്റെ ഭരണപരിഷ്കാരങ്ങൾ, ഇതൊന്നും ലോകം ശ്രദ്ധിക്കാതെ പോയിരുന്ന
ഒരു സംഗതിയാണ്. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് ന്യൂയോർക്കിലെ ഈ പിന്നെ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനെയൊക്കെ ഏറ്റവും വളരെ വിപ്ലവാത്മകമായി പരിവർത്തിപ്പിക്കാവുന്ന തരത്തിൽ ഒരു പ്രത്യേക എനർജി അതിനകത്തേക്ക് കടത്തിവിട്ടുകൊണ്ട് അത് ലോകത്തിന് മുന്നേ തന്നെ മാതൃകയായിക്കൊണ്ട്, പ്രത്യേകിച്ച് അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഒരു വലിയ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടാണ് സൊഹ്റാൻ മംദാനി അധികാരമേൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ താൻ മുന്നോട്ട് വച്ചിട്ടുള്ള ഒരു വാഗ്ദാനത്തിൽ നിന്നും പിന്നോട്ട് പോകുന്നില്ല എന്നും ആ വാഗ്ദാനങ്ങളൊക്കെ നടപ്പാക്കാനുള്ളതാണെന്നും അതിന് പൊതുജനങ്ങളുടെയും അതുപോലെ തന്നെ അമേരിക്കയിലെ പ്രധാനപ്പെട്ട എല്ലാ തരം വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും നേതാക്കളുടെയും ഒക്കെ സഹായം തേടിക്കൊണ്ട് കൂടിയാണ് സൊഹ്റാൻ മംദാനി മുന്നോട്ട് പോകുന്നത്. ഒരു പക്ഷേ ഇത്രയധികം എതിർപ്പുകളെ നേരിട്ടുകൊണ്ട്, വെല്ലുവിളികളെ അതിജയിച്ചുകൊണ്ട് നഗരത്തിൽ മേയറായിട്ടുള്ള ആദ്യത്തെ ഒരു മേയറാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പദ്ധതികളെ തുരങ്കം വെക്കാനും, പ്രത്യേകിച്ച് നമുക്കറിയാം അമേരിക്കയുടെ ഇസ്രായേലിനോടുള്ള വിധേയത്വത്തെ അതിശക്തമായി ചോദ്യം ചെയ്തുകൊണ്ടാണ് മംദാനി വരുന്നത്. അതെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ രാഷ്ട്രീയത്തിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഈ ഇസ്രായേലിന്റെ അനുകൂലമായിട്ടുള്ള നിലപാട്. അതിനെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് വളരെ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളോടുകൂടി ഞാനൊരു മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. അതായത് അമേരിക്കയെ നയിക്കാൻ അല്ലെങ്കിൽ അമേരിക്കയുടെ അമരത്തേക്ക് ഉയർത്തി കാണിക്കപ്പെടാവുന്ന ഒരു നേതാവ് കൂടിയല്ലേ ശരിക്കും മംദാനി? അദ്ദേഹത്തിന്റെ ആ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ അത് അങ്ങനെ പറ്റും. പക്ഷെ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അമേരിക്കയുടെ ഭരണഘടന അനുസരിച്ചുകൊണ്ട് ഒരു നാച്ചുറലൈസ്ഡ് സിറ്റിസന് ഒരിക്കലും അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഇപ്പോഴത്തെ അവിടുത്തെ ഭരണഘടന വെച്ചുകൊണ്ട് സാധിക്കില്ല. അവിടെ ജനിച്ച ഒരു പൗരൻ, ആ പൗരന് മാത്രമാണ് ബൈ ബർത്ത് അമേരിക്കൻ പൗരനായിട്ടുള്ള ആൾക്ക് മാത്രമാണ് അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പറ്റുക. എന്ന് മാത്രമല്ല പല പ്രാവശ്യം അദ്ദേഹത്തോട് ആവർത്തിച്ചുള്ള ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ അദ്ദേഹം നിഷേധാത്മകമായിട്ടാണ് പ്രതികരിച്ചത്. അങ്ങനെ ഒരു ആഗ്രഹം തനിക്കില്ല, അങ്ങനെ ഒരു അമിതമായ ഒരു ആസക്തി അധികാരത്തോട് തനിക്കില്ല. തന്നെ സംബന്ധിച്ചിടത്തോളം ന്യൂയോർക്കാണ് പ്രധാനം. ഇപ്പൊ നോക്കൂ, ഈ ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥികളോടൊക്കെ പത്രക്കാർ ചോദിക്കുന്നുണ്ട്, താങ്കളുടെ ആദ്യത്തെ വിദേശ സന്ദർശനം എവിടെയായിരിക്കും? എല്ലാ സ്ഥാനാർത്ഥികളും പറഞ്ഞത് ഞങ്ങൾ ഇസ്രായേൽ ആദ്യമായി സന്ദർശിക്കും. കാരണം ആ ഇസ്രായേലിനോടുള്ള ബന്ധം ഉയർത്തി കാണിക്കാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ച് ഇസ്രായേൽ കഴിഞ്ഞാൽ അമേരിക്കയിൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ജൂതന്മാർ താമസിക്കുന്ന സ്ഥലമാണ് ന്യൂയോർക്ക്. ആ ന്യൂയോർക്കിന്റെ മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരാൾക്ക് അത് പറഞ്ഞുകൊണ്ട് ജയിക്കാനാവും. പക്ഷെ അവിടെ പോലും ഞാൻ ന്യൂയോർക്കിൽ തന്നെ താമസിക്കും, ന്യൂയോർക്കിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്.